ഹായ്, ഇന്നൊരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. എല്ലാവരും നാരങ്ങ അച്ചാർ ഇടുന്നവരായിരിക്കും, പക്ഷേ ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി നോക്കാം. അച്ചാർ ഇടാനായിട്ട് ഞാൻ നാരങ്ങ ആദ്യം ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5-8 മിനിറ്റോ നേരം നമ്മൾ മാത്രം വേവിച്ചെടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് പോവും. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് ആദ്യം മിക്സ് ആക്കിയിട്ട് വെക്കണേ. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വേവിച്ചിട്ടെടുക്കുമ്പോൾ നന്നായിട്ട് വെന്ത് പോകാൻ പാടില്ല കേട്ടോ. കുറച്ചൊക്കെ ഒരു തൊട്ട് പോകുമ്പോൾ സോഫ്റ്റ് ആവുന്ന ടൈം ആകുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് വാങ്ങി വെക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മിക്സാക്കി വെച്ചതിന് ശേഷം ഒരു ചട്ടിയിൽ 2-3 ഏലക്കായ, അതുപോലെ തന്നെ ഒരു 2 ഗ്രാമ്പും കൂടെ ഇട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇനി അതിലേക്ക് ഇതൊന്ന് ചൂടായി വരുമ്പോഴേ നമ്മൾ ഉലുവയും കടുകും പൊടിച്ചിട്ട് എടുക്കൂലേ, അതാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അത്യാവശ്യം റോസ്റ്റായി വരുമ്പോഴേ ഒരു സ്പൂണ് കടുകും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളിങ്ങനെ ഉലുവയും കടുകും മാത്രമല്ല എപ്പോഴും ചേർത്ത് കൊടുക്കാറ്. അതിലേക്ക് ഏലക്കായും ഗ്രാമ്പും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ അച്ചാറിൻ്റെ ഒരു വേറെ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതാ കടുകും കൂടെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഈ പാന് മാറ്റി വെക്കുകയാണ്. ഇനി ആ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അച്ചാർ ഇടാൻ ആവശ്യത്തിനുള്ള ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലെണ്ണ വേണമെങ്കിൽ അത് യൂസ് ആക്കുക. ഞാനിവിടെ സാധാ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട്. നല്ല ബ്രൗൺ കളറായി മാറരുത് കേട്ടോ. ഒന്ന് അത്യാവശ്യം ഒന്ന് ആ വെളുത്തുള്ളിയുടെ പച്ച ചുവ മാറുന്ന വരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുത്താൽ മതി. ഇതിപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് വെച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതൊക്കെ ഞാനിവിടെ കോരി വെച്ചിട്ടുണ്ട്. ഇനി ആ ഓയിലിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും കൂടെ ചെറുതായി അരിഞ്ഞ് വെച്ചതുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നമ്മൾ വെളുത്തുള്ളി ഫ്രൈ ചെയ്തെടുത്ത പോലെ തന്നെ ഈ ഇഞ്ചിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നാരങ്ങ എടുക്കുന്നതിനനുസരിച്ച് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ അളവിന് കൂട്ടിയും കുറച്ചുമൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. ഞാനിവിടെ ഒരു 1/2 കിലോ നാരങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ, 1 കിലോ ഇല്ല. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ. ഇനി അത് ഞാൻ ഫ്രൈ ആക്കിയൊന്ന് മാറ്റി വെച്ചു. ഇനി ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഫ്രൈ ചെയ്തെടുക്കണമൊക്കെ നമുക്കൊരു ഒറ്റ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകും കറിവേപ്പില അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി കിട്ടട്ടെ. എന്നിട്ട് നമുക്ക് അതും ഇഞ്ചി വെളുത്തുള്ളിയും ഫ്രൈ ചെയ്ത ബൗളിലേക്ക് തന്നെ നമുക്കൊന്ന് മാറ്റി വെച്ചെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കോരി മാറ്റാവുന്നതാണ്. ഇനി നമ്മൾ ഒരു സ്പൂണ് കടുകും കൂടെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചിട്ടെടുക്കണം. കടുക് ഇട്ടതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത് വെക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ അതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്, അപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ ഞാനൊരു 5 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് എരിവാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി യൂസ് ചെയ്യാം. ഇനി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. തീ ഓഫാണ് കേട്ടോ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ആ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇപ്പോഴൊക്കെ തീ ഓഫിലാണ് കേട്ടോ, തീ ഓൺ ചെയ്ത് വെക്കണ്ടേ. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ നാരങ്ങയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ കായപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്ത് വെച്ചിരുന്നത്. എന്നാലും ഈ ടൈമിൽ നമുക്ക് ഉപ്പ് കുറവായിട്ടായിരിക്കും തോന്നുന്നുണ്ടാവുക. നാരങ്ങ ആകുമ്പോൾ അത്യാവശ്യം ഉപ്പ് മുന്നിട്ട് നിൽക്കണം. അപ്പം നമുക്ക് ഉപ്പ് ഇനി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കായപ്പൊടിയുടെ ടേസ്റ്റും നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച
ഉലുവയും കടുകും ഏലക്കായൊക്കെ മാറ്റി വെച്ചിട്ടില്ലായിരുന്നു, അതിൻ്റെ പൊടിയും കൂടി ഈ ടൈമിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അതാ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്കതിൻ്റെ ടേസ്റ്റ് കുറവാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ കായപ്പൊടിയും കൂടെ ഒന്നും കൂടെ ഒന്ന് അച്ചാറിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വിനെഗറാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. വിനെഗർ നന്നായിട്ട് തിളപ്പിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ നമ്മളൊന്ന് ചൂടാക്കിയിട്ട് വെച്ചാൽ മതി വിനെഗർ. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ. സൂപ്പറായിട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒന്ന് തണുത്ത് വരുമ്പോൾ ഇതൊന്നും കൂടെ കുറുകി വരും കേട്ടോ. ഇനി ഇതിലേക്ക് ലാസ്റ്റ് അവസാനമായിട്ട് ഒരു 1-2 സ്പൂണ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ എരിവും പുളിയൊക്കെ ബാലൻസ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.